നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈമൂന ബീവി മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അത് മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് എന്നവരുടെ അമ്മായിയാണ്. ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാ. നബി തങ്ങൾ വഫാത്താകുന്ന സമയം, തങ്ങൾക്ക് വഫാത്ത് സംഭവിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 10 അല്ലെങ്കിൽ 11, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത്ര 10 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നർത്ഥം. അത്രയേ ആയിട്ടുള്ളൂ, അത്രയും ചെറുപ്പം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. മൈമൂന ബീവിയെ അമ്മായിയെ കാണാൻ വരുന്നു. അമ്മായിയെ കാണാൻ വരുമ്പോ ഒരു കുഞ്ഞ് എന്താണ് അമ്മായി എന്ന് പഠിക്കേണ്ടത്? അമ്മായിമാരുണ്ട് കല്യാണം കൊളാക്കാൻ. അമ്മായിയും ആങ്ങളും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അല്ലേ? അമ്മായിനോട് കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മായി ആകെ ഉൽമാലാക്കും. അപ്പൊ അമ്മായിനെ കല്യാണത്തിന് വിളിക്കും അല്ലെ, സൽക്കാരത്തിന് വിളിക്കും. അമ്മായി എത്ര മോശക്കാര്, എത്ര മോശമുള്ള കുറേ പെണ്ണുങ്ങളുണ്ട്. വർത്താനം പറഞ്ഞാൽ മനുഷ്യനെ വെറുപ്പിക്കുന്നതേ പറയുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അമ്മായിനെ കുടുങ്ങിയിട്ട് വിളിച്ചു. വിരുന്നേരൊക്കെ വന്നു. പുതിയാപ്പളുടെ കൂട്ടുകാരും പെണ്ണിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. വന്നിരിക്കുമ്പോൾ അമ്മായി ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മായി ഇരിക്കുക, എല്ലാവരും ചോറിക്കല്ലേ, ഞാൻ വയ്ക്കൂല. ആ മനുഷ്യന്മാർ അവിടെ ചെന്നിട്ട് കൊളാക്കാന്ന്, അതാണ് ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ വിളിച്ചു പറയാം, ഞാൻ അത് വരാൻ വിചാരിച്ച കല്യാണമല്ല, പിന്നെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ആ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവിടെ. അപ്പം ഇതിൽ പെണ്ണിൻ്റെ കൂട്ടുകാരുണ്ടാവും, ആണുങ്ങളെ കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ കഥ കേട്ട് ആ പെരക്കാരോട് വെറുപ്പും കൊണ്ട് തിരിച്ചു പോവുക. ഇപ്പം അമ്മായി ഇപ്പം എന്തിനാ വന്നത്? വരെയിരുന്നാൽ പോരായിരുന്നോ? ചോറട്ടെ വെച്ചിട്ടുമില്ല. ആ വന്നവരോടൊക്കെ എന്തോ പറഞ്ഞു വരുത്തിയിട്ട് എന്ത് ചെയ്തു, ആ സദസ്സിനെ കൊളാക്കി. ഇങ്ങനത്തെ അമ്മായിമാരുണ്ടാവും. ഈ അമ്മായിമാരൊന്ന് കണ്ടു പഠിക്കല്ലേ. ഇബ്നു അബ്ബാസ് ഞങ്ങളുടെ ഒരു അമ്മായിൻ്റെ കഥ എപ്പം നമ്മൾ പറയാൻ പോണത് ഇൻഷാ അല്ലാഹ്. അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരണം. അമ്മായിമാരൊന്നും ചൂടാണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ പറ്റിയല്ല പറഞ്ഞു, ഏതോ നാട്ടിലെ അമ്മായിനെ പറ്റിയാണ്. ഇവിടെ ഒന്നും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പഴമുള്ളവരൊന്നും ഇല്ലല്ലോ. ഒരു പണിയില്ലെങ്കിൽ സമൂസയൊക്കെ ഉഷാറായി ഉണ്ടാക്കൂലേ, ഒരു പണി കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ വർത്താനൊക്കെ നിന്നോളാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിച്ചു, സമൂസയൊക്കെ ഉണ്ടാക്കുന്ന നാടല്ലേ, ആണുങ്ങളാണോ ഉണ്ടാക്കണല്ലോ, ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉണ്ടാക്കണ്ടോ? അല്ല, ആണുങ്ങൾ ഞങ്ങളൊക്കെ തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് കുറച്ച് പണി കൊടുക്കുന്ന എന്ത് ചെയ്യും, കുറേയേറെ അനാവശ്യമായ വർത്താനങ്ങളൊക്കെ നിൽക്കും. ഒരു അധ്വാനം ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമ്മായിയെ കാണാൻ വന്നു മൈമൂന ബീവിയെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന മുത്തുനബിയുടെ കുടുംബക്കാരനും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നു. അന്ന് ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് എന്നവരെ. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നു. കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അന്ന് ഒരു റൂമേ ഉള്ളൂ, ഒറ്റ റൂമിലാണ് നബി തങ്ങൾ നിസ്കരിക്കുന്നു. മൈമൂന ബീവി അമ്മായി ഉണ്ട് അവിടെ, ചെറിയ കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൂട്ടിണ്ട് അവിടെ കിടക്കാണ്. അമ്മായിനെ കാണാൻ വേണ്ടി വന്നതാണ്, അമ്മായിൻ്റെ അടുത്തേക്ക് വന്നതാണ്, മുത്തുനബിയെ കാണാനൊക്കെ വന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു റൂമിലാണ്. നമ്മൾ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, ഒരു കോലായിൽ ഒരു കൂട്ടര് ഡൈനിങ് ഹാള് നമ്മൾ ഇന്ന് പറയണ ഒരു ഇടനാഴി ഉണ്ടാവുള്ളൂ, അവിടെ ഒരു കൂട്ടർ കടന്നുറങ്ങും, അടുക്കളയിൽ ഒരു കൂട്ടർ കടന്നുറങ്ങും, പിന്നെ വാപ്പി ഇമ്മി റൂമിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ന് കുറേ റൂമുണ്ട്. ഗസ്റ്റിന് വേറെ റൂം താഴെ മേലെ, ഒരൊറ്റ ഗസ്റ്റ് നിൽക്കൂല. പാതിരാക്ക് തന്നെ വരേക്ക് പോകും, ഞാൻ എൻ്റെ കൂടി പോകാറുണ്ട് അല്ലേ. ആരും നിൽക്കണില്ല. മുമ്പൊക്കെ ഒരുപാട് ആൾക്കാർ നിന്നിരുന്നു, ഇല്ലാത്ത അത്ഭുതമുള്ള കാലം. ആരും നിൽക്കണില്ല. പാതിരായാലും പറയാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഗസ്റ്റിന് വേണ്ടിയൊക്കെ റൂം ഉണ്ടാക്കി വെക്കണം. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമില്ല തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഒരു പഴയ കാലത്തെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ ആ സ്നേഹവും അടുപ്പൊക്കെ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ മനസ്സുകളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അത്ര കുഴപ്പം, നമ്മുടെ മനസ്സ് നന്നായാൽ ഇതൊക്കെ ശരിയാവും. എല്ലാവരും പൈസ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ എന്ത് ചെയ്യുക? ലോകത്ത് നന്മക്ക് വേണ്ടി ആര് നിൽക്കും? ഹൂ വുഡ് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത്? ആരിവിടെ നന്മക്ക് വേണ്ടി നിൽക്കും? എല്ലാവരും പൈസ വേണമെന്ന് പറഞ്ഞാൽ. ആ ഒരു കൊച്ചു റൂമിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അനുഭവം പറയട്ടെ. എഴുന്നേറ്റ് നിൽക്കുകയാണ്. മുത്തുനബി തങ്ങൾ 4 റക്അത്ത് അവിടെ നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ കുഞ്ഞിത് കാണുകയാണ്. എൻ്റെ അമ്മായിയുടെ അമ്മായിക്ക എന്ന് പറയുന്ന അമ്മായിക്കാക്ക, നമ്മൾ എന്താ പറയാ, അമ്മായിക്കാക്ക എന്ന് പറയില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ച കഥ കുട്ടി പറയാൻ. ഇത് പറയുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒരുപാട് പിന്നീടുള്ള അനുഭവത്തിലാണ് ഈ പറയുന്നത്.
മുത്തുനബി തങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഇശാ കഴിഞ്ഞ് വരികയാണ്, പള്ളിയിൽ നിന്നൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്നു. സുന്നത്ത് നബി തങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക, ഞാനത് കണ്ടു 4 റക്അത്ത്. എന്നിട്ട് നബി തങ്ങൾ ഉറങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നബി ഉറക്കത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. മുത്തുനബി തങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഇബാദത്ത് എന്ന് കാണാൻ വളരെ കൊതിയോടുകൂടെ ഞാൻ വന്നതാണ് അമ്മായിയുടെ അരികത്തേക്ക്, ഞാൻ ഉറങ്ങിയിട്ടില്ല. നബി തങ്ങൾ കിടന്നുറങ്ങി. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വീണ്ടും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപ്പോ നബി തങ്ങൾ മൈമൂന ബീവിയോട് ചോദിച്ചു, നാമൽ ഗുലൈം, നമ്മുടെ ചെറിയ കുട്ടി ചെറുപ്പക്കാരൻ ഉറങ്ങിയല്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചു. നാമൽ ഗുലൈം, നമ്മുടെ ചെറുപ്പക്കാരൻ, ചെറിയ ഗുലാം എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുട്ടിയാണ്, ഗുലൈം എന്ന് പറഞ്ഞാൽ അതിലും ചെറിയ കുട്ടിയാണ്. സുഗൈർ സുഗൈർ ഹസൻ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ തസ്ഗീർ ചെയ്യാന്ന് പറയും. ചെറിയ നമ്മുടെ കുട്ടി ചെറുപ്പക്കാരൻ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. നാമൽ ഗുലൈം, നബി തങ്ങൾ ചോദിച്ചു, നമ്മുടെ ചെറുപ്പക്കാരൻ ഉറങ്ങിയോ? ഇബ്നു അബ്ബാസ് ഉറങ്ങിയിട്ടുണ്ടോ? വഅന അൻദുറു ഇലൈഹി, ഞാൻ നബി തങ്ങളെയും കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങി എന്നാണ് നബി തങ്ങൾ വിചാരിച്ചത്, പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ നബി തങ്ങൾ എന്നെ പറ്റി ഉറങ്ങി എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് കരുതി നബി തങ്ങളും ഭാര്യയും മൈമൂന ബീവിയും ആ രാത്രിയിൽ എഴുന്നേറ്റു. ഖാമ ഫസല്ല 4 റക്അഅത്ത്, നബി തങ്ങൾ വീണ്ടും നിസ്കരിച്ചു ഒരു 4 റക്അഅത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വുദു എടുത്ത് നിസ്കരിച്ചു. നബി തങ്ങൾ നിസ്കാരം തുടങ്ങുകയാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നി, ഈ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിക്കൂടല്ലോ. ഞാൻ ചടകുടഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് നേരെ വുദു എടുക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ഫതവല്ലഅതു, ഞാനും വേഗം വുദു എടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴേക്കും നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹബീബിന്റെ പിന്നിൽ പോയി നിന്നു. ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കണോ ഇടത് ഭാഗത്ത് നിൽക്കണോ അതൊന്നും ചെറിയ കുട്ടിയായി എനിക്കറിയില്ലല്ലോ. ഞാൻ നബി തങ്ങളുടെ ഇടത് ഭാഗത്ത് പോയി സലാം തക്ബീർ ചൊല്ലി ഞാനും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നബിയുടെ ഇടത് ഭാഗത്ത് ചെന്നിരുന്നു. ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ചെവിക്ക് മെല്ലെങ്ങനെ പിടിച്ചിട്ട് എന്നെ നബിയുടെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ നബിയുടെ പിന്നിൽ നിന്ന് വലതു ഭാഗത്തേക്ക് മാറി നിന്നു. വലതു ഭാഗത്തെയാണ് അവിടെയാണ് നിൽക്കേണ്ടതെന്ന് സുന്നത്ത് പാലിക്കാൻ. നബി തങ്ങൾ ചോദിച്ചു, അല്ല ഹബീബ് അങ്ങനെയാണ് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ ഹവാലൈനാ, റബ്ബേ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ എന്ന് ഹബീബിന്റെ മിമ്പറിൽ നിന്ന് കൈകൊണ്ട് ഒരു വട്ടം വരച്ചപ്പോൾ ആ വട്ടം മദീനയുടെ ചുറ്റുഭാഗത്തും മഴയില്ലാതിരിക്കുകയും ആ നബി തങ്ങൾ വരച്ച വട്ടത്തിന്റെ പുറത്തേക്ക് കാർമേഘങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വളരെ വളരെ പ്രഗൽഭമായ റിവായത്തുകളിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മനസ്സുരുകി മനസ്സിൽ വെച്ച് ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജറ. അൽഹംദുലില്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, നിങ്ങളെ ഞാൻ എന്റെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നിങ്ങൾ എന്തേ എന്റെ വലതു ഭാഗത്തേക്ക് മാറി നിന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് എന്ന തങ്ങളുകുട്ടി, ഹബീബിന്റെ തർബിയത്ത് കിട്ടിയ കുട്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ആർക്കാണ് നബിയേ അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ ആർക്ക് ധൈര്യം വരും? നബിയേ, ആർക്ക് ധൈര്യം വരും? അങ്ങനെ അങ്ങയുടെ നേരെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ അങ്ങയോടുള്ള ബഹുമാനം കൊണ്ട് നബിയെ എനിക്ക് അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ തോന്നിയില്ല. ഇടത് ഭാഗത്ത് ഞാൻ നിന്നപ്പോഴല്ലേ എന്നെ അങ്ങ് മാറ്റി നിർത്തിയത്, എന്നാൽ ഞാനൊന്ന് വലതു ഭാഗത്തേക്ക് മാറി നിൽക്കട്ടെ എന്ന് ഞാനായി തന്നെ ചിന്തിച്ച് ചെയ്തതാ നബിയെ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് എന്ന കൊച്ചുകുട്ടി പറഞ്ഞപ്പോഴാണ് റളിയല്ലാഹു അൻഹുമാ മുത്തുനബി പറഞ്ഞത്, അല്ലാഹുമ്മ ഫഖ്ഹു ഫിദ്ദീൻ, ഈ കുട്ടിക്ക് നീ ഫിഖ്ഹ് കൊടുക്കണേ, ഈ കുട്ടിക്ക് നീ ദീനിന്റെ ജ്ഞാനം കൊടുക്കണമേ. വഅല്ലിംഹു തഅവീൽ, ഖുർആനിന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണമേ. ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. എപ്പോഴാണ്
സയ്യിദും റസൂലുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, പാതിരാത്രിയിലെ ദുആയാണത്. ഹബീബിനോട് കാണിച്ച ഹുർമത്ത്, നബിയോട് കാണിച്ച അദബ്, നബിയോട് കാണിച്ച ബഹുമാനം. അൽ ഇൽമു അൽ അദബ്, ഇൽമെന്ന് പറയുന്നത് ലൈസ ബികസറത്തിർ റിവായ, ഒരുപാട് റിവായത്ത് ചെയ്യുകയോ ഒരുപാട് മസ്അല പറയുകയോ ഇത് മാത്രമാണോ ഇൽമ്? ഇൽമെന്ന് പറയുന്നത് അദബല്ലയോ? മാ വഖറ ഫിൻ നഫ്സ് മാ വഖറ ഫിൽ ഖൽബ്, ഈമാൻ ഉറച്ചു പോകുന്നതും അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടാകുന്നതും ഇതല്ലയോ ഇൽമ്? ഇതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? മസ്അല പറയൽ മാത്രമാണോ ഇൽമ്? ഹദീസുകൾ റിവായത്ത് ചെയ്യൽ മാത്രമാണോ ഇൽമ്? ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കലാണോ ഇൽമ്? തെളിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കലാണോ ഇൽമ്? ഇൽമ് അതിലും അപ്പുറം അല്ലാഹു നൽകുന്ന നൂറാണ്. ആ നൂർ അല്ലാഹു നൽകുന്നത് ഇൽമിനോട് അദബ് കാണിക്കുന്നവരാ, ഉലമാഇനോട് ബഹുമാനം കാണിക്കുന്നവർക്കാണ്. അത് ചോദിച്ചു വാങ്ങിയല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഹബീബ് സമ്മാനം കൊടുത്തു. ഈ രാത്രിയിൽ ഈ കുഞ്ഞിന് കൊടുക്കണം റബ്ബേ, ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. ആ ഇൽമിന്റെ ദുആയാണ് മഹാനവറുകൾ ലോകാലോകങ്ങളിൽ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടാൻ മാത്രം ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിയത് ഹബീബായ നബി തങ്ങൾ അന്ന് നിസ്കരിച്ച രാത്രിയിലെ അനുഭവത്തിലൂടെയാണ്. സ്വന്തം അമ്മായിയെ മൈമൂന ബീവിയെ കണ്ടപ്പോ ഈ കുട്ടി ഓർക്കുന്നത് എന്താണ്? മൈമൂന ബീവിയുടെ നിസ്കാരമാണ്, തന്റെ അമ്മായിക്കാക്കയുടെ നിസ്കാരമാണ്, അഷ്റഫുൽ ഖൽഖിന്റെ നിസ്കാരമാണ്, രാത്രിയിലെ തഹജ്ജുദിന്റെ കഥയാണ്. നമ്മുടെ അമ്മായിയെ കണ്ടാൽ, നമ്മുടെ അമ്മാവനെ കണ്ടാൽ നമ്മുടെ മക്കൾക്ക് എന്ത് പഠിക്കാനുണ്ട്? നമ്മുടെ മക്കൾക്ക് എന്ത് പഠിക്കാനുണ്ട്? എന്റെ അമ്മായി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട്, കുട്ടിക്ക് പറയാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുക, റിമോട്ടും പിടിച്ചിരുന്നിട്ട് ചാനലുകളായി മറിഞ്ഞ് ഒരു സീരിയൽ കഴിയുമ്പോൾ അടുത്ത സീരിയല്, പരസ്യം വരുമ്പോഴേക്കും അടുത്ത സീരിയല്, ഇങ്ങനെ തിരിച്ചും മറിച്ചും 7 മണിക്കങ്ങ് തുടങ്ങി പാതിരാത്രി 11 മണി വരെ എന്റെ അമ്മായിയോ എന്റെ മൂച്ചമ്മയോ എന്റെ ഉമ്മയുടെ ജേഷ്ഠത്തിയോ അനുജത്തിയോ ടിവിയുടെ മുമ്പിലിരുന്ന കഥയല്ലാതെ നമ്മുടെ മക്കൾക്ക് മൈമൂന ബീവിയും അഷ്റഫുൽ ഖൽഖും ചെയ്ത ഇബാദത്തിന്റെ കഥകൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് പറയാൻ കിട്ടുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ നന്മ വിളയണമെങ്കിൽ നന്മ ചെയ്യുന്നവർ അവിടെ വേണ്ടേ? നന്മ ചെയ്യുന്നവർ അവിടെ വേണം. അല്ലാഹു നമ്മുടെ വീടുകളെ നന്നാക്കി തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മാതൃക അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഹബീബിന്റെ കുടുംബം, ഈ ഉമ്മത്തിന്റെ സ്വഹാബത്ത്, അവിടുത്തെ താബിഈങ്ങൾ. അങ്ങനെയാണ് ഈ ഉമ്മത്തിന് നല്ല നന്മ വിളയുന്ന വീടുകൾ. എൻ്റെ ഒപ്പ കടന്നുറങ്ങാൻ സുബ്ഹാനല്ലാഹ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അറബിക് സ്റ്റാഫ് ഉണ്ട്. ഓലും പറയും ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് വാട്സപ്പിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മീറ്റിംഗിൽ നിൽക്കുമ്പോഴൊക്കെ ഉറക്കം വന്നു തുടങ്ങും, അല്ലെങ്കിൽ ക്ഷീണം വന്നു തുടങ്ങും. ഇംഗ്ലീഷുകാരൊക്കെ നല്ല ഉന്മേഷത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്, മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തുന്നു, ചർച്ചയിൽ പങ്കെടുക്കുന്നു. മറ്റവരൊക്കെ ഉറങ്ങിത്തുന്നത് എപ്പോഴാണ് കഴിയാമെന്നും പറയിച്ചിരിക്കുക. എന്തേ? അവർ നേരത്തെ കിടന്നുറങ്ങി ഉന്മേഷത്തിൽ വന്നതാണ്. ഇത് പാതിരാവോളം ഉറക്കൊഴിച്ചിട്ട് രാവിലെ മുഖം തുടച്ചിട്ട് വരികയാണ്. ആ വ്യത്യാസം നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അവരാ ചെയ്യണത്. അപ്പം ആ നന്മയൊക്കെ നമുക്ക് സ്വീകരിക്കാം. അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. മുആവിയത്ത് ഇബ്നു ഖുർറ റളിയല്ലാഹു അൻഹു മക്കളോട് പറയും, മക്കളെ ഉറങ്ങണേ മക്കളെ, ലഅല്ലല്ലാഹ അൻ യർസുഖഹും മിനൽ ലൈലി ഖൈറാ. ഈ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ തന്നേക്കും. അതുകൊണ്ട് ഉറങ്ങണേ മക്കളെ, ഉറങ്ങണേ, വേഗം ഉറങ്ങിക്കോളൂ. ഈ രാത്രിയിൽ ഒരു നന്മ അല്ലാഹു തന്നേക്കും. എന്താണ് ആ നന്മ? തഹജ്ജുദ് നിസ്കരിക്കാൻ തൗഫീഖ് ഉണ്ടാവുന്നു. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ വേള ഇങ്ങനെ നീണ്ടുപോയ റബ്ബിൻ്റെ തഹജ്ജുദിൻ്റെ സുബഹിയൊക്കെ മുടങ്ങുമല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളി. എന്ത് ചെയ്യണ്ട? അതിലൊരു വിഷമൊന്നും തോന്നണ്ട. നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളുടെ ഫർള് സുന്നത്തിനേക്കാളും വലുതാണ്, അല്ലേ? അപ്പോൾ അതിൽ വിഷമം ഞാൻ ആരെങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട. മുആവിയത്ത് ഇബ്നു ഖുർറ തങ്ങൾ
മക്കളെ ഉറങ്ങണേ ഉറങ്ങണേ, ലഅല്ലല്ലാഹ അൻ യർസുഖകും മിനൽ ലൈലി ഖൈറാ, ഈ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തന്നേക്കും, എന്തെങ്കിലും നന്മ തന്നേക്കും. അതുകൊണ്ട് ഉറങ്ങിക്കോളൂ, വേഗം ഉറങ്ങിക്കോളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ, കിടന്നുറങ്ങിക്കോളൂ, നേരത്തെ ഉറങ്ങിക്കോളൂ എന്ന് മക്കളോട് പറയുന്നു. മുആവിയ ഇബ്നു ഖുർറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ എന്തിനാണെന്നറിയോ? എല്ലാവരും കടന്നുറങ്ങി. സുബ്ഹിന്റെ മുമ്പ് ഹത്താ യഖൂമു ആഖിറൽ ലൈൽ, മുആവിയ ഇബ്നു ഖുർറ തങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അതാ കാണുന്നത്. സുബ്ഹിന്റെ മുമ്പ് തന്നെ എല്ലാവരും ഉണർന്നു. നമുക്ക് സുബൈക്ക് വാപ്പ വിളിക്കാറുണ്ട്, തട്ടി വിളിക്കാറുണ്ട്, ഉമ്മ വിളിക്കുന്നൊക്കെയാ പറയാ. ചിലത് വിളിച്ചു ഉമ്മ തോറ്റു പോകലാണ്, എണീക്കൂല, ബ്ലാങ്കറ്റൊക്കെ പോച്ചിട്ടിട്ട്. അങ്ങനെയല്ല, സുബഹിന്റെ മുമ്പേ ആ വീട്ടിൽ ഉണർന്നു. എന്തൊരു രസമായിരിക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ വീടുകളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഉറക്കിന് രസമുണ്ട്, പക്ഷെ അതിലേറെ രസം ഇബാദത്തിനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ മഹത്വം. മഹാനായ ആമിർ ഇബ്നു അബ്ദ് ഖൈസ് തങ്ങളുടെ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കാം. പഴമുള്ളൂർക്കാരല്ല, ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞ സലഫുസ് സ്വാലിഹീങ്ങളാണ്. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കാണുമ്പോ പ്രിയപ്പെട്ട മോള് പറയും, യാ അബതാ, ഉപ്പാ ഉപ്പാ, ജനങ്ങളെല്ലാരും കടന്നുറങ്ങുമ്പോ മാലി അറന്നാസ യനാമൂന വലാ അറാക തനാം, നിങ്ങൾ ഉറങ്ങാറില്ലല്ലോ ഉപ്പാ, ജനങ്ങളൊക്കെ ഉറങ്ങാണ് ഉപ്പ, നിങ്ങൾ ഉറങ്ങുന്നത് കാണുന്നില്ലല്ലോ ഉപ്പ, നിങ്ങൾ എന്താണ് ഉപ്പ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്ന മോള്. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് തങ്ങളുടെ മോളോട്, യാ ബുനയ്യ, എന്റെ മോളെ, ഇന്ന ജഹന്നമ ലാ തദഉ അബാക യനാം, മോളെ, നരകം നിന്റെ ഉപ്പയെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല മോളെ എന്ന് ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ, വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയും. നമ്മുടെ വീടുകളിൽ കണ്ണേറിന്റെ ശല്യം, സിഹിറിന്റെ ശല്യം, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ, വീട്ടുകാർക്ക് സമാധാനമല്ല, വീട്ടിൽ സ്വസ്ഥതയില്ല, കാര്യങ്ങളൊക്കെ താറുമാറ്. അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ആക്കിയിട്ടുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വീടുകളെ അള്ളാഹു സമാധാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടോ? മകൻ വാപ്പയെ കാണുന്നു, ഭാര്യ ഭർത്താവിനെ കാണുന്നു. ഓരോരുത്തരും കണ്ടുപഠിക്കുകയാണ്. ലോക പ്രശസ്തനായ ആലിം, ഹദീസിന്റെ പണ്ഡിതൻ, മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാം, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വാപ്പയുടെ ഹദീസുകൾ മുസ്നദ് എമ്പാടും രേഖപ്പെടുത്തുകയും റിവായത്ത് ചെയ്യുകയും വാപ്പയുടെ ഇൽമു ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്ത മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാമിന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വാപ്പയെ കുറിച്ച് എന്താ പറയുന്നത്? വാപ്പയെ കുറിച്ച് നമ്മളെ മക്കളൊക്കെ പറയും, എൻ്റെ വാപ്പാക്ക് വലിയുണ്ട്, സിഗരറ്റ് വലിയുണ്ട്. കാരണം പറയാ, വാപ്പ മുത്താപ്പാനെ കാണുമ്പോൾ താഴെയിട്ട് ഇരിക്കലാണ് ഉഷാറിൽ. ഞാൻ കണ്ടിരിക്കണം വാപ്പ വലിക്കണത്. കാരണം ചിലപ്പോൾ കള്ളുകൂടിയൊക്കെ ഉണ്ടാവും, പല കഥകളുണ്ടാവില്ലേ. ചെറുത് പറയാ, കുട്ടി ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ വാപ്പ പറയണം, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല കുട്ടികളെ, ഇസ്രവേലിയും പാടില്ല, വാപ്പ പുറത്ത് വലിക്കണത് കാണുന്നുണ്ടല്ലേ, വാപ്പ അങ്ങാടി കുത്തിറന്ന് ചെയ്യുന്നതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് തർബിയത്ത് ഉണ്ടാവുക? നമ്മുടെ മക്കൾ നന്നാവണം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അധ്വാനിക്കണം എന്നാ. വാപ്പയെ കുറിച്ച് പറയട്ടെ, ഒരു മോൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു വാപ്പയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കാന അബി യഖറഉ കുല്ല യൗമിൻ സുബ്ആ, എന്റെ ഉപ്പ എല്ലാ ദിവസവും ഖുർആനിന്റെ 1/7 ഓതുമായിരുന്നു. രാത്രിയിലെ നിസ്കാരങ്ങളിൽ ഖുർആനിന്റെ 1/7 സുബ്ഹ്, ഖുർആനിന്റെ 1/7 എന്റെ വാപ്പ ഓതും. അതിനർത്ഥം എന്താണ്? രാത്രി നിസ്കാരങ്ങളിലൂടെ മാത്രം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്റെ ഉപ്പ ഖത്ം തീർക്കാറുണ്ട്. അങ്ങനത്തെ ഉപ്പയാണ് എന്റെ ഉപ്പ എന്ന് അഭിമാനം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ 7 ദിവസത്തിൽ ഖുർആൻ, അതിലും കുറഞ്ഞ സമയത്ത് മനപ്പാഠം അവർ ഖുർആൻ ഓതി തീർത്ത അനുഭവങ്ങൾ വേറെയുണ്ട്. ഭാര്യ കാണുന്നുണ്ട് ഭർത്താവിനെ. മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുമായിരുന്നു, മസ്റൂഖ് തങ്ങൾ രാത്രിയായി നിസ്കരിക്കാൻ നിന്നാൽ ഞാൻ പിന്നിൽ ചെന്ന് ഇങ്ങനെ കരയും. അബിക്കി അലൈഹി, എന്റെ ഭർത്താവിന്റെ നിസ്കാരം കാരണം
കാലുകളിൽ നീര് വന്ന് വീർത്തത് കാണുമ്പോ എന്റെ ഭർത്താവിനോട് സങ്കടം തോന്നി. ഈ വേദനയിലും വിഷമത്തിലും എന്റെ ഭർത്താവ് നിസ്കാരം നിർത്തുന്നില്ലല്ലോ, സുന്നത്തായ തഹജ്ജുദ് നിസ്കാരം. ഇത് കാണുമ്പോ ഞാൻ പിന്നിൽ നിന്ന് ഇങ്ങനെ കരയുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ കാലിൽ നീര് വന്നിട്ട് പിന്നെ അവർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. കാല് നീര് വന്ന് വീർക്കുമായിരുന്നു. ഞാൻ ദുആ ഇരക്കും, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ അസ്അലുല്ലാഹ അസ്സ വജല്ല അയ്യുഈന, എന്റെ ഭർത്താവിന് നീ സഹായം ചെയ്യൂ റബ്ബേ, എന്റെ ഭർത്താവിന് രോഗം മാറ്റിക്കൊടുക്കുക എന്ന് എന്റെ ഭർത്താവിന്റെ പിന്നിലിരുന്ന് എനിക്കത്രത്തോളം ഈമാനോ ഉന്മേഷമോ കാണില്ല. എന്നാലും എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മസ്റൂഖ് തങ്ങളുടെ ഭാര്യ പറയുന്നു. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പറയും, ഞാൻ തൊലാക്കല് വിട്ടല്ലേ, ഞാൻ പോവാ, നിങ്ങൾക്ക് നിസ്കാരമൊക്കെ ആണെങ്കിലേ ഒരു ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ട വേറെ റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവും, ഇതൊന്നും എനിക്ക് കിട്ടണില്ല, ഞാൻ പോവാ ബോറടിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോണ എത്ര പെണ്ണുങ്ങളുണ്ടെന്ന തിരിച്ചുണ്ട് കേട്ടോ. ഭർത്താവൊക്കെ നന്നായി കിട്ടണേ പഠിച്ചോനെ എന്ന് വിചാരിച്ചത് ദ്വാരക്കായി എത്ര ലിസ്റ്റ് വരും. എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി, എൻ്റെ ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം, ഇതൊക്കെ മൈക്കിൽ വിളിച്ചു പറയാൻ മടിയായി പോവാ. വല്ല നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളെ ഗവൺമെൻറ് അടി ഇത് സ്ഥിര ഏർപ്പാടാന്നൊരു മനസ്സിലാക്കൂലേ. ഇതൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോഴേ ദ്വാരിപ്പിക്കുക, സങ്കടം കൊണ്ട് ദ്വാരിപ്പിക്കുക, മനുഷ്യന്മാരെ ആമീൻ പറഞ്ഞ് നന്നായാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ. മസ്റൂഖ് തങ്ങളുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയാ, അവരുടെ നിസ്കാരം കണ്ട് ഞാൻ കരയും, പാവല്ലേ, കാലിൽ നീര് വന്ന് വീർത്തിട്ടും വയ്യ, നിസ്കാരം കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂല. ഞാൻ പറയും റബ്ബേ എൻ്റെ ഭർത്താവിന് ആഫിയത്ത് കൊടുക്ക്, ഞാൻ ദുആ ചെയ്യും. അങ്ങനത്തെ ഒരു പെണ്ണ്. അഹ്മദ് തങ്ങളുടെ മോനെ പോലത്തൊരു മോൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ അമ്മായിയെ പോലത്തൊരു അമ്മായി, ഇബ്നു അബ്ബാസ് തങ്ങളുടെ അമ്മായിക്കയെ പോലത്തൊരു അമ്മായിക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന്റെ പാഠങ്ങൾ അങ്ങനെയാണ്. മഹാനായ വകീഅ റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, അവരുടെ ഒരു വീടിന്റെ കഥ. കാന അലിയുൻ വൽ ഹസൻ, സ്വാലിഹ് ഇബ്നു ഹയ്യ് തങ്ങളുടെ രണ്ട് മക്കൾ അലിയും ഹസനും. സ്വാലിഹ് ഇബ്നു ഹയ്യ് എന്ന മഹാന്റെ രണ്ട് മക്കളുടെ കഥയാണ്. അവരുടെ രാവുകൾ വാപ്പയുടെ മരണശേഷം അവര് 3 പാതിയാക്കി തീർക്കും, 3 ഭാഗമാക്കിയിട്ട്. ഒന്ന് അലി എന്നവരും ഒരു ഭാഗം ഹസൻ എന്നവരും പിന്നെ അവരുടെ ഉമ്മയും. ഇവര് 3 പേരും ഒരു രാത്രി വീതിച്ചെടുക്കും. എങ്ങനെയെന്നറിയോ? രാത്രി എല്ലാവരും കടന്നുറങ്ങാൻ നിൽക്കുമ്പോ രാത്രിയെ 9 മണിക്കൂറുള്ള രാവാണെങ്കിൽ ആദ്യത്തെ 3 മണിക്കൂർ അലി എന്നവരെ നിസ്കരിക്കും. എന്നിട്ട് അനുജനെ വിളിക്കും ഹസൻ എന്നവരെ. ഹസൻ എന്നവർ എഴുന്നേറ്റ് അടുത്ത 3 മണിക്കൂർ. എന്നിട്ട് ഉമ്മയെ വിളിക്കും. ഉമ്മ ബാക്കിയവര് റിലേ ഓട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനല്ലേ റിലേ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ ആദ്യത്തെ 3-1 നിസ്കരിച്ചു, ഉറങ്ങി. അടുത്ത ആളെ വിളിച്ചു, അദ്ദേഹം എണീറ്റു നിസ്കരിച്ചു, പിന്നെ ഉറങ്ങ്. ഉമ്മയെ വിളിച്ചു, ഉമ്മ സുബഹി വരെ, പിന്നെ ഉമ്മ മക്കളെ വിളിക്കുന്നു. മാഷാ അല്ലാഹ്, അങ്ങനത്തെ വീടുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവരെ കൊണ്ടാണ് അല്ലാഹു ഈ ഉമ്മത്തിന് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രഗൽഭനായ സ്വഹാബി, അവരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനെ കുറിച്ച് അബൂ ഉസ്മാൻ അൻ-നഹ്ദി റളിയല്ലാഹു അൻഹു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അതിഥിയായി ചെന്നു, അബൂ ഹുറൈറ തങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി ചെന്നു. നോക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ വീട്ടിൽ ഞാൻ 7 രാവുകൾ താമസിച്ചു. ബഹുമാനപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ട ഭാര്യയും അവരുടെ ഖാദിമും രാത്രി മുഴുവനും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കഴിഞ്ഞാൽ ഒരാൾ, അവർ കഴിഞ്ഞാൽ അടുത്ത ആള്. ആരൊക്കെ? വീട്ടിലെ ഖാദിമ്, അബൂ ഹുറൈറ തങ്ങൾ, ഭാര്യ. നേരത്തെ ചെയ്ത രാത്രി അല്ലാഹു ആ വീട്ടിലേക്ക് നോക്കുന്ന പക്ഷം നിസ്കാരം നടക്കാത്തൊരു മിനിറ്റോടെ കഴിഞ്ഞു പോകുന്നില്ല. അതാണ് എന്റെ രസം. ഒരാളെങ്കിൽ ഒരാൾ അവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഉപ്പമാരും വല്ലിപ്പമാരും നമ്മുടെ മുൻഗാമികൾ ചെയ്ത നന്മ കൊണ്ടായിരിക്കും മുഅ്മിനെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നിഅമത്തുകളൊക്കെ. അവർ ചെയ്ത നന്മയാണ്. റബ്ബേ എന്റെ മക്കളെ കഷ്ടപ്പെടുത്തരുതേ എന്ന്, എന്റെ മക്കളുടെ മക്കളെ കഷ്ടപ്പെടുത്തരുതേ എന്ന് നമ്മുടെ വല്ലിപ്പമാർ ചെയ്ത ദുആയായിരിക്കും. ഗൾഫിന്റെ വാതിലിലൂടെയോ ഈ നാടിന്റെ നിഅമത്തുകളിലൂടെയോ അല്ലാഹു നമുക്ക് അവന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു തന്നത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത നന്മയുടെ ഫലമാണ്. അല്ലാഹു തആല ആ നന്മകൾ തലമുറകളിൽ അല്ലാഹുവേ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ നബിയെ പറ്റി പറഞ്ഞു കൊടുക്കൂ നബിയേ. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്,
മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൗത്യം സത്യസന്ധമായി നിർവഹിച്ച ആളാണ്. വകാന റസൂലൻ നബിയ്യാ, അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. എന്നിട്ട് എന്ത് ചെയ്തു? വകാന യഉമുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, വീട്ടുകാരോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയുമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി വീട്ടുകാരോട് നിസ്കരിക്കാൻ പറഞ്ഞ നബിയാണ്. ഇസ്മായിൽ നബിനെ അർക്കം കൊണ്ടുപോയ കഥ നമുക്കൊക്കെ അറിയാം. ഇസ്മായിൽ നബി വീട്ടുകാരോടൊക്കെ രാത്രിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞിരുന്ന നബിയാണ്. വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ, അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമായ നബിയാണ് ഇസ്മായിൽ നബി. അതുകൊണ്ട് നബിയേ, മുഹമ്മദ് നബിയേ, വദ്കുറു ഫിൽ കിതാബി ഇസ്മായിൽ, ഇസ്മായിൽ നബിയെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ നബിയേ. വീട്ടുകാരോട് വാപ്പ നല്ല ആളാ, പക്ഷെ മക്കളൊക്കെ മഹാമോശം, അങ്ങനെ ആവരുത് എന്നർത്ഥം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. റയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന വീട്, വിവാഹം നടക്കാണ് റയാഹുൽ ഖൈസിയുടെ. മഹാനായ റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെപ്പോ നിങ്ങൾ ഹറമിൽ നിൽക്കുമ്പോൾ ഏതോ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ജുമ നടക്കാൻ പോവാണ് മക്കത്തെ ഹറമില്. ആളുകൾ അങ്ങോട്ട് തള്ളി, എന്തോ ഒരു ബഹളം, എന്തോ ഒരു ബോംബ് പൊട്ടിയ പോലെയൊക്കെ തോന്നി. അവിടെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി. അപ്പോഴൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട്, പ്രായമുള്ള മനുഷ്യൻ അറബിയിൽ, മനുഷ്യന്മാരെ, നിങ്ങൾ ഏത് നാട്ടിലേക്ക് അള്ളാന്റെ ഹറമെന്ന് ഓടണത്? ഇവിടെ മരിക്കണേ കിടന്ന് മരിച്ചാൽ പോരെ, ഇവിടെ നിങ്ങൾ എങ്ങോട്ടായി ഇറങ്ങി ഓടണത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരോടും ഇരുന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. ഏതോ ഒരാൾ വന്നപ്പോൾ ഒരല്പം തിരക്കായതാണ് എന്ന് പറഞ്ഞ പോലെ ഈ പറമ്പെന്ന് ഒടുക്ക് ഓടി രക്ഷപ്പെടാനാ, മഴ കൊള്ളുന്നല്ലാതെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്തേ മഴ തന്നെ വേദ പറയാം. നിങ്ങൾ മൂലയിൽ മഴയുള്ളത് എങ്ങനെ മൂലോട്? അതല്ല, നിങ്ങളിപ്പോൾ ഞാനുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രയാസാവുമ്പോൾ നമുക്ക് ദുആ ഒന്നുകൂടെ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم على الآكام والجبال ومنابت الشجر، اللهم على الآكام والجبال ومنابت الشجر. نقول اللهم حوالينا ولا علينا، اللهم على الآكام والجبال ومنابت الشجر، رحماك يا رب، رحماك يا رب، رحماك يا رب. മഹാനായ റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം അവരുടെ വിവാഹം നടക്കുന്ന, കല്യാണം നടക്കുന്ന ദിവസം, വിവാഹത്തിന്റെ നാളിൽ തന്റെ പുതുനാരി പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം, പുതിയെണ്ണ് കടന്നു വരികയാണ്. നമ്മൾ JCB കൊണ്ടുപോകുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ടാ? പുതിയ പള്ളിയും പുതുണ്ണിനൊക്കെ ഇല്ലല്ലോ, ഉണ്ടോ? അങ്ങനെ ആരും JCB വാടക കൊടുക്കണ്ട. കല്യാണത്തിന്റെ അന്നു പുതിയ പള്ളി കൊണ്ടുപോകാനേ JCBന്റെ മുതലാളിമാരുണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് പറയാം. ഒരു തരം ആഭാസം ചെയ്യുമ്പോഴേ. റയാഹുൽ ഖൈസി റഹ്മത്തുള്ളാഹി അലൈഹി വിവാഹം കഴിഞ്ഞ അന്ന് പരിശുദ്ധമായ ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിൽ മഹാനവറുകൾ സ്വന്തം ഭാര്യയെ ഒന്ന് പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കുന്ന മറ്റൊന്നുമല്ല, വിവാഹത്തിന്റെ അന്ന് സ്വന്തം ഭർത്താവ് കടന്നുറങ്ങുമ്പോ അവളൊന്ന് എഴുന്നേറ്റു, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റത് അറിഞ്ഞു റയാഹുൽ ഖൈസി എന്ന ലോക പ്രശസ്തനായ ആലിമും അല്ലാഹുവിന്റെ വലിയുമായ മഹാൻ അവളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. രാത്രിയുടെ 4/1 അവൾ നിസ്കരിച്ചു. 4/1 കഴിഞ്ഞപ്പോ അവൾ വിളിച്ചു, യാ റയാഹേ ഖും ഫസല്ലി, എഴുന്നേറ്റ് നിസ്കരിക്കിൻ, തഹജ്ജുദ് നിസ്കരിക്കിൻ. പുതിയെണ്ണ് പറയാണ്, റഹ്മാനായ റബ്ബേ. ഹൈദറുസ് മുസ്ലിയാർ പറയാറുണ്ടായിരുന്നു, CH ഹൈദറുസ് മുസ്ലിയാർ, അല്ലാഹുവിന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ പുതുപ്പറമ്പിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന അൽഹുദയുടെ പ്രസിഡന്റും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനും സമസ്തക്കൊക്കെ ഒരുപാട് സേവനം ചെയ്ത മഹാൻ. സ്വന്തം മോളെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് മോളെ കാണാൻ വേണ്ടി ചെന്നു. ഭാര്യ പറഞ്ഞു, കല്യാണത്തിന്റെ പിറ്റേന്ന് പറഞ്ഞേക്കൂലേ, പാപ്പ ഞങ്ങൾ പോയി നോക്കി മോളെ വിവരം എന്തൊക്കെയാണ്. പോയി നോക്കി, മോളെ വീടൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ഭാര്യ ചോദിച്ചത്രേ, എന്താ അവളെ വർത്താനം? ഞാനൊന്നും ചോദിച്ചിട്ടില്ല. എന്തേ ചോദിച്ചു? ഞാൻ അവളോട് ചോദിച്ചു, ഇന്നലെ
ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയെന്നോന്ന് ചോദിച്ചു. ഇത് കല്യാണത്തിൻ്റെ രാത്രി. അവള് പറഞ്ഞു ചൊല്ലിയിട്ടില്ല. പിന്നെ ഞാൻ അവളെ വർത്താനൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ കല്യാണത്തിന് ളുഹ്ർ നിസ്കരിച്ചിക്കണോ ചോദിക്കാറുണ്ടോ? വീടിനോട് പുതിയാപ്പിളിനോടൊക്കെ അസർ കിട്ടിക്കണോന്നോ ചോദിക്കാറുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചിക്കണോ? ഇശാ നിസ്കരിച്ചിക്കണോ? അന്ന് സുബ്ഹി ഉണ്ടോ? ഇത് ചോദിക്കാറുണ്ടോ നമ്മള്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, സജ്ജനങ്ങളായ ആളുകൾക്ക് സജ്ജനങ്ങളെ ഇണകളായി കൊടുക്കുന്ന പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് നീ നൽകാൻ പോകുന്ന ഇണകളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി കൊടുക്കണേ തമ്പുരാനെ. റയാഹുൽ ഖൈസി തങ്ങളുടെ ഭാര്യ അന്ന് രാത്രിയുടെ 4 നിസ്കരിച്ചപ്പോൾ പറഞ്ഞു, റയാഹേ എഴുന്നേറ്റ് നിസ്കരിക്കിൻ, ഖും ഫസല്ലി. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കാം. അങ്ങനെ രാത്രിയുടെ 2-ാമത്തെ 4 അവൾ നിസ്കരിച്ചു. 2-ാമത്തെ 4 നിസ്കരിച്ചു. അങ്ങനെ അവൾ എന്നെ വിളിച്ചു, യാ റയാഹ് ഖും ഫസല്ലി, റയാഹേ, റയാഹേ എഴുന്നേറ്റ് നിസ്കരിക്കിനെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം. അഭിനയിച്ചതാട്ടോ, അന്ന് അഭിനയിക്കായിരുന്നു. അഭിനയിച്ചു. വീണ്ടും വിളിച്ചു എന്നെ. രാത്രിയുടെ 3 ഭാഗം കഴിയാൻ പോകുന്നു. 4-ൽ 3 ഭാഗം എന്നോട് പറഞ്ഞു റയാഹേ നിസ്കരിക്കിൻ. ഖും ഫസല്ലി. അപ്പൊ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി കടന്നുറങ്ങി. അപ്പോഴാണ് എന്റെ ഭാര്യ എന്നോട്, അപ്പൊ രാത്രിയുടെ 4-ൽ 3 ഭാഗം കഴിഞ്ഞു. സുബഹിക്ക് വാങ്ങി കൊടുക്കാനായി എന്നർത്ഥം. ഇതിലൊക്കെ അത്ഭുതം എന്നറിയാം മുഅ്മിനീങ്ങളെ. അന്ന് അലാറമില്ല. നമ്മൾ മൊബൈലിൽ അലാറം വെക്കുന്നില്ലേ? അതൊന്നും ഇല്ലല്ലോ. ഒന്ന് ക്ലോക്ക് ഇല്ല, അലാറില്ല. നമ്മളൊക്കെ അലാറം കൊണ്ട് നാട്ടുകാരും അയലോക്കാരും മുഴുവൻ എണീറ്റിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലേ? രാത്രി കഴിഞ്ഞില്ലേ? ഒരു രാവ് കഴിഞ്ഞു കടന്നു. ഈ രാത്രിയിൽ എത്ര മഹത്തുക്കളാണ് നന്മ വിരിച്ചെടുത്തത്. ഈ രാവിൽ എത്ര വീടുകളിലാണ് ഇബാദത്ത് വിളഞ്ഞത്. റയാഹേ നിങ്ങളെ ഞാൻ വിളിച്ചുവല്ലോ. ഇതെന്നറിയോ? വിവാഹത്തിന്റെ അന്ന് രാത്രിയാണ്. ഇത് മനസ്സിലാക്കണം. വിവാഹം നടന്ന അന്ന് രാത്രി റയാഹേ നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. യാ ലൈത ശരീ. പുതിയ പറയണ വാക്കിന് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ എന്റെ പെണ്ണുങ്ങളെ. അവിടെ പറയാൻ, യാ ലൈത ശരീ മൻ ഗറനി ബിക യാ റയാഹേ, ഞാൻ ഓർക്കുകയാണ് നിങ്ങളെ പുതയാപ്പിളയായി എനിക്ക് ഏൽപ്പിച്ചു തന്ന ആളെ എന്തിനാ എന്നെ നിങ്ങളെ വെച്ച് വഞ്ചിച്ചത്? രാത്രി നിസ്കരിക്കാത്ത പുതയാപ്പിളയെ എന്തിനാണ് എനിക്ക് തന്നത്? ആരാണ് എന്നെ നിങ്ങളെ വെച്ച് വഞ്ചിച്ചത് എന്ന് ഞാനൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ. മഹാനായ റയാഹുൽ ഖൈസിയുടെ പെണ്ണ്. ഇങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഇത് പെണ്ണിനെ പരീക്ഷിക്കായിരുന്നു. നമ്മൾ എന്നും പരീക്ഷിക്കുകയാണ് അല്ലേ? അതല്ല കുഴപ്പം. ഡെയിലി പരീക്ഷിക്കുക നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. കുറച്ച് മാറ്റം വരണം. 5 വക്ത് ഫർള് നിസ്കരിക്കണ്ടല്ലോ, അതന്നെ ധാരാളല്ലേ എന്ന് വിചാരിക്കണമല്ലേ നമ്മൾ. അതല്ല, അതിപ്പോ എല്ലാ മുസ്ലിമും ചെയ്യണ പണിയല്ലേ. യാ ലൈത ശരീ മൻ ഗറനി ബിക യാ റയാഹേ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാത്ത നിങ്ങളെയൊക്കെ എനിക്ക് പുതയാപ്പിളയായി തന്ന് എന്നെ വഞ്ചിച്ചതാരോ എന്ന് ഞാനൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ. സുബഹിയായപ്പം പറയാണ്,